Dear students, we continue our discussion on shell model of nucleus. In the last lecture, we have discussed the shell model of atom, how the electrons are distributed in an atom in different energy shells depending upon their energy. We have also seen its the shell capacity or the maximum number of electrons that a shell can hold, according to which the atoms will be having some shell closure for the electrons, and when the shell is closed, the atom shows the particular atom shows exceptional stability. Now we move on to the discussion of shell model of the nucleus. Actually, the shell model is also an attempt to account for the exceptional stability of certain nuclei or nuclei with certain number of neutrons or protons. And so in a similar way as the case of electrons in an atom, the shell model of nucleus try to model the nucleus which is having some kind of shells for the protons as well as neutrons, depending upon the energy levels of the nucleons, or basically protons and neutrons. Now, before going to the discussion, let us discuss what is the difficulty in the case of nucleus. Why can't we do the same thing as we done for the case of electrons in an atom? നമ്മൾ ആറ്റംസ് ഡിസ്ക്രൈബ് ചെയ്ത സമയത്ത് അതിൻ്റെ എനർജി ഷെൽസൊക്കെ നമുക്ക് വ്യക്തമായിട്ട് എഴുതാൻ പറ്റി, അല്ലെങ്കിൽ അതിൻ്റെ കേസിൽ നമുക്ക് വല്ലാണ്ടൊരു ഡിസ്ക്രിപ്പൻസീസ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല, അല്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ എഴുതാൻ എളുപ്പമായിരുന്നു. പക്ഷെ അതെങ്ങനെയാണ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ എനർജി ലെവൽസൊക്കെ നമുക്ക് കിട്ടുന്നത്? നമ്മളതിൻ്റെ കോൺഫിഗറേഷൻസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ആ ഓർഡറൊക്കെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. 1s2, 2s2, 2p6, ആ ഓർഡർ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഓർഡർ കിട്ടുന്നത്? അത് കിട്ടുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് വഴിയാണ്. കോംപ്ലിക്കേറ്റഡ് ഇൻ ദ സെൻസ് നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ്, കംപ്ലീറ്റ്ലി ക്വാണ്ടം മെക്കാനിക്കൽ ആയിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ കേസിൽ ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജും ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജുള്ള ഒരു ന്യൂക്ലിയസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇവ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കൂളം ഇൻട്രാക്ഷൻ ആയിരിക്കും, അതായത് ചാർജ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ അവയ്ക്ക് തമ്മിലുള്ള ഒരു പൊട്ടൻഷ്യൽ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബോർ മോഡൽ ഓഫ് ആറ്റംസിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പം അതുപോലെയുള്ള ആറ്റത്തിലൊക്കെ നമുക്ക് പ്രിസൈസ് ആയിട്ട്, അല്ലെങ്കിൽ പൊട്ടൻഷ്യലിൻ്റെ ഫോം നമുക്ക് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാൻ പറ്റും. ആ പൊട്ടൻഷ്യൽ ഫോം എന്ന് പറയുന്നത് കൂളം ഇൻട്രാക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും, അല്ലേ? കൂളം ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ. പക്ഷേ ന്യൂക്ലിയസിൻ്റെ കേസിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണുള്ളത്, അല്ലേ? ഇതിൽ പ്രോട്ടോൺസ് മാത്രമാണ് ചാർജുള്ള പാർട്ടിക്കിൾസ്, ന്യൂട്രോൺസിന് ചാർജ് ഇല്ല, അല്ലേ? പക്ഷേ എന്നാൽ പോലും നിങ്ങൾ ന്യൂക്ലിയസിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസൊക്കെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. ന്യൂക്ലിയോൺസിന് തമ്മിൽ ഒരു ന്യൂക്ലിയർ ഫോഴ്സസ് ഉണ്ട്. അത് കാരണമാണ് അത് വളരെ കുറഞ്ഞ ഒരു സ്ഥലത്ത് ഹൈ ഡെൻസിറ്റിയുള്ള ഒരു റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ന്യൂക്ലിയസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ഫോഴ്സ് എന്നുള്ളത് വളരെ ലാർജ് ആയിരിക്കും. അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ സൈസ് എന്നൊക്കെ പറയുന്നത് ഫെംറ്റോമീറ്റർ, 10⁻15 മീറ്റർ ഒക്കെ ആണ് അതിൻ്റെ റേഡിയസ് വരുന്നത്. അപ്പോൾ ഇത്രയും കുറഞ്ഞ റീജിയനിൽ അതിനെ ന്യൂക്ലിയോൺസിനെ കൺഫൈൻ ചെയ്ത് നിർത്തണമെങ്കിൽ അതിന് വളരെ വലിയൊരു ഫോഴ്സ് ആവശ്യമുണ്ട്. ന്യൂക്ലിയർ ഫോഴ്സാണ് അതിനെ തമ്മിലുള്ള പിടിച്ചു നിർത്തുന്നത്. ഓക്കെ,
പക്ഷേ പ്രോട്ടോൺസിന് എന്തുണ്ട്, പോസിറ്റീവ് ചാർജസ് ഉണ്ട്. അപ്പോൾ ആ പോസിറ്റീവ് ചാർജസ് തമ്മിലുള്ള ഡിഫറെൻറ്റ് പ്രോട്ടോൺസ് തമ്മിൽ എന്തുണ്ടായിരിക്കും, അവ തമ്മിൽ കൂളം ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. ന്യൂക്ലിയർ ഫോഴ്സസിന് പുറമെ കൂളം ഇൻട്രാക്ഷനും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദർ ആർ ന്യൂക്ലിയർ ഫോഴ്സസ് ആസ് വെൽ ആസ് ദ കൂളം ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ പ്രോട്ടോൺസ്. ന്യൂട്രോൺസ് തമ്മിൽ കൂളം ഇൻട്രാക്ഷൻ ഇല്ല, ബിക്കോസ് ദേ ആർ ന്യൂട്രൽ അല്ലേ. സോ ഈ കൂളം ഇൻട്രാക്ഷൻ്റെ പൊട്ടൻഷ്യൽ ഫോം നമുക്ക് ഏകദേശം നമുക്ക് അറിയാം, അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ന്യൂക്ലിയർ ഫോഴ്സ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നമുക്കതിനെ മോഡൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാവുന്ന പൊട്ടൻഷ്യൽ ഫോം എന്നൊക്കെ പറയുന്നത് ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഒക്കെയാണ്. ഓക്കെ, സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ വിത്ത് റൗണ്ടഡ് എഡ്ജ്. ഓക്കെ, അപ്പോൾ ഈ നമ്മളൊരു ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാര്യം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഫോം മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം അല്ലേ. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഒരു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ എനർജി ലെവൽസ് കിട്ടും. ആ എനർജി ലെവൽസാണ് നമ്മൾ എനർജി ഷെൽസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞു വന്നത് ന്യൂക്ലിയസിൻ്റെ കേസസിലുള്ള ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സസിൻ്റെ നേച്ചർ നമുക്ക് കറക്റ്റായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് പറയാൻ കഴിയില്ല. പിന്നെ നമ്മൾ ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ വിത്ത് റൗണ്ടഡ് എഡ്ജ് ഒക്കെ ആയിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ ഫോം വെച്ച് ചെയ്യുകയാണെങ്കിൽ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് എനർജി ലെവൽസ് കിട്ടും. പക്ഷേ എക്സ്പെരിമെൻ്റൽ, അതായത് ന്യൂക്ലിയർ എനർജി ലെവൽസ് നമ്മൾ എക്സ്പെരിമെൻ്റലി കാൽക്കുലേറ്റ് ചെയ്തതും ഈ ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ മോഡൽ വെച്ച് ചെയ്യുന്നതും തമ്മിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി. ആ ഡീവിയേഷൻസ് നമുക്ക് വളരെ പ്രകടമായിട്ടുള്ളൊരു ഡീവിയേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ ഇലക്ട്രോൺസിൻ്റെ കേസിൽ നമുക്ക് അത്രയും ഇല്ല. കാര്യം അവിടെ കൂളം ഇൻട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള ചാർജ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ മാത്രമായിട്ടാണ് കൺസിഡർ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇലക്ട്രോണിക് എനർജി ലെവൽസിന് അത്രയും ഒരു ഡിസ്ക്രിപ്പൻസി വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വി ലുക്ക് അറ്റ് ദി എവിഡൻസസ് ഓഫ് ഷെൽ മോഡൽ, or why we are looking at the shell structure for the nucleus as in the case of electrons in the atom. Is there any evidences which supports this conclusion that it may have shell structure for the nucleus? So there are certain observations which lead to this conclusion. So let us look at the evidences. The first evidence is motivated from the fact that there are more abundance of nuclei with a certain number of neutrons or certain number of protons. So these numbers are given here: 2, 8, 20, 28, 50, 82, 126. Okay, so these numbers are called the magic numbers. Okay, അപ്പോൾ ഇതിൽ മാജിക് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ നമ്പേഴ്സ്, അതായത് 2, 8, 20, 28, 50, 82, 126 ഈ നമ്പേഴ്സ് വരുന്ന ന്യൂട്രോൺസ് ഉള്ള ന്യൂക്ലിയായി, അതായത് ഒരു ന്യൂക്ലിയസ് എടുത്തിട്ട് അതിലുള്ള നമ്പർ ഓഫ് ന്യൂട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ അതിൽ വരുന്ന പ്രോട്ടോൺസിൻ്റെ എണ്ണമോ അല്ലെങ്കിൽ ന്യൂട്രോൺസിൻ്റെ എണ്ണമോ ഇതിൽ വരുന്ന ഏതെങ്കിലും ഒരു സംഖ്യ ആണെങ്കിൽ അത്തരം ന്യൂക്ലിയസിന് നേച്ചറിൽ കൂടുതൽ അബണ്ടൻസ് ഉണ്ട്, അതായത് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, മറ്റുള്ള ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ഈ നമ്പറിൽ വരുന്ന ന്യൂട്രോൺസും പ്രോട്ടോൺസിൻ്റെ എണ്ണം ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ വരുന്ന ന്യൂക്ലിയസ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് പറയുന്നത് ഇത്രയും അബണ്ടൻസ് കൂടുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ പറയുന്ന നമ്പേഴ്സിലുള്ള ന്യൂക്ലിയസ് കൂടുതൽ സ്റ്റേബിളാണ്. ഓക്കെ, ദേ ആർ ഹൈലി സ്റ്റേബിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, അവിടെ ബൈൻഡിങ് എനർജി വളരെ കൂടുതലായിരിക്കും. ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനുള്ളിൽ
പിടിച്ചു നിർത്താൻ വേണ്ട എനർജി അല്ലേ. ബൈൻഡിങ് എനർജി കൂടുന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യമുണ്ട്. എന്താണ്? എക്സൈറ്റേഷൻ എനർജിയും കൂടുതലായിരിക്കും. അതായത് ഒരു ന്യൂക്ലിയോണിനെ ന്യൂക്ലിയസിൽ നിന്ന് തെറിപ്പിക്കാൻ വേണ്ട എനർജി അത് കൂടുതലായിരിക്കും. ബൈൻഡിങ് എനർജി കൂടുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി അതിന് ന്യൂക്ലിയസിന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള എനർജി കൂടുതലായിരിക്കും. ഫസ്റ്റ് എക്സൈറ്റേഷൻ എനർജി ഓഫ് ദി മാജിക് ന്യൂക്ലിയൈ. അപ്പോൾ ഈ നമ്പറിലുള്ള ന്യൂക്ലിയസിന് നമ്മൾ മാജിക് ന്യൂക്ലിയൈ എന്നാണ് ഇനി പറയാം. ഓക്കെ, ആൻഡ് ദീസ് നമ്പേഴ്സ് ആർ കോൾഡ് മാജിക് നമ്പേഴ്സ്. അപ്പോൾ ഈ മാജിക് നമ്പേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? സോ there are some nucleus which contains certain number of protons which are exceptionally stable and have large binding energies and very large first excitation energy. So these nuclei are called magic nuclei, and the magic numbers are the number of neutrons or protons in this nuclei. Okay, ആ നമ്പർ എന്ന് പറയുന്നത് 2, 8, 20, 28, 50, 82, 126. അപ്പോൾ ഇതിന്ന് ചെറിയൊരു ഡീവിയേഷൻ, ഇപ്പം 8 പകരം 9 ആയാൽ തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി വളരെ കുറയും. ഓക്കെ, അപ്പോൾ ഇതിന് ചുറ്റും ഇതിനടുത്തുള്ള ന്യൂക്ലിയസിനെക്കാട്ടിലും ഇത് ഈ പറയുന്ന നമ്പേഴ്സുള്ള ന്യൂക്ലിയസ് വളരെ ഹൈലി സ്റ്റേബിൾ ആയിരിക്കും, ബൈൻഡിങ് എനർജി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇത്തരം മാജിക് ന്യൂക്ലിയയിൽ ക്വാഡ്രപ്പോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. അത് വേറൊരു മെഷർമെൻ്റ് ആണ്. ഇലക്ട്രിക് ക്വാഡ്രപ്പോൾ മൊമെൻറ്റ്. ഓക്കെ, അത് 0 ആയിരിക്കും. Now we look at how the magic numbers arise. അല്ലേ, അപ്പം മാജിക് നമ്പേഴ്സ് എങ്ങനെ അറൈസ് ചെയ്യുന്നു എന്നുള്ളത് ആണ് ഷെൽ മോഡലിൻ്റെ ഒരു 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 ഉദ്ദേശം എന്ന് പറയുന്നത്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ഹൗ ദീസ് magic nuclei are more stable, or how these magic nuclei are produced. Okay, what is the reason behind the exceptional stability of the മാജിക് ന്യൂക്ലിയൈ? ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഷെൽ മോഡൽ എന്നുള്ള ന്യൂക്ലിയസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ അതായത് 2 സയൻറ്റിസ്റ്റാണ് ഈ മോഡൽ പ്രപ്പോസ് ചെയ്തത്. അതിൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് മരിയ ജോപ്പാർട്ട് മേയർ ആൻഡ് അനദർ സയൻറ്റിസ്റ്റ് JSD ജെൻസൺ ഇൻ 1949. ഒരുപാട് മുന്നെയാണ്. ഓക്കെ, ഇവർ പറഞ്ഞു, ഇവർ ഫസ്റ്റ് കൺസിഡർ ചെയ്തത് എന്താണ്? ഫുള്ളി ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ്. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഹാർമോണിക് ഓസിലേറ്റർ പൊട്ടൻഷ്യൽ. ന്യൂക്ലിയസിന് ഹാർമോണിക് ഓസിലേറ്റർ പൊട്ടൻഷ്യൽ എടുത്തിട്ട് സോൾവ് ചെയ്തു. പക്ഷേ അതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു ഹാർമോണിക് ഓസിലേറ്റർ പൊട്ടൻഷ്യൽ വെച്ചിട്ട് കിട്ടുന്ന എനർജി ലെവൽസിന്. ഓക്കെ, ദെൻ ദേ സ്റ്റാർട്ട് വിത്ത് ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. ഓക്കെ, അല്ലെങ്കിൽ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ വിത്ത് റൗണ്ടഡ് എഡ്ജ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എനർജി ലെവൽസ് കമ്പയർ ചെയ്തു ന്യൂക്ലിയർ എക്സ്പെരിമെൻ്റലി കിട്ടുന്ന എനർജി ലെവൽസായിട്ട്. അതിൽ നിന്ന് കുറച്ച് ഡീവിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ സ്റ്റഡീസിൽ നിന്ന് ഇവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഇറ്റ് ഈസ് നെസസറി ടു കൺസിഡർ ദ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ. ഇറ്റ് ഈസ് നെസസറി ടു കൺസിഡർ ദ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ. എന്താണ് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ? അപ്പോൾ നമ്മളൊരു ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ ന്യൂക്ലിയസിൽ ന്യൂക്ലിയോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഷെൽ മോഡലിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഷെല്ലിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോട്ടോൺസിന് മൊത്തം ഒരു ഷെൽ കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കും, ന്യൂട്രോൺസിന് സെപ്പറേറ്റ് ആയിട്ട് ഷെൽ കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കും. രണ്ടിൻ്റെയും കോൺഫിഗറേഷൻ ഓൾമോസ്റ്റ് സെയിം ആണ് അറ്റ് ദ ലോവർ ആറ്റോമിക് നമ്പർ റീജിയൻ. ഹയർ ആറ്റോമിക് നമ്പറിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. പ്രോട്ടോണിൻ്റെ എനർജി ഷെൽസിന് കുറച്ച് വ്യത്യാസമുണ്ട്, അത് പിന്നീട് പറയാം. ഓക്കെ, ഇപ്പോൾ ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ പ്രോട്ടോൺസിന് എന്തുണ്ട്? ഓരോ പാർട്ടിക്കിളും അതിനൊരു സ്പിൻ ഉണ്ട്. അതുപോലെ തന്നെ അത് ന്യൂക്ലിയസിന് ഒരു സെൻറ്റർ ഓഫ് മാസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഉണ്ട്. അതുപോലെ പ്രോട്ടോൺസിനൊരു സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഉണ്ട്. ഓക്കെ,
Now, the spin angular momentum, orbital angular momentum തമ്മിലുള്ള ഇൻ്ററാക്ഷൻ അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ എനർജി ലെവൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ ബാധിക്കുന്നുണ്ട് എന്നാണ് ഈ രണ്ട് സയൻറ്റിസ്റ്റുകൾ പറഞ്ഞത്. എങ്ങനെയാണ് ഇത് തമ്മിലുള്ള ഇൻട്രാക്ഷൻ നടക്കുന്നത്? ഇൻട്രാക്ഷൻ നടക്കാൻ കാര്യം എന്ന് പറയുന്നത് ഒരു പ്രോട്ടോണിൻ്റെ ഒരു സ്പിൻ ആംഗുലർ മൊമെൻറ്റം വെക്ടർ എസ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടായിരിക്കും. മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവുക എന്നുള്ളത് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ക്യാൻ ആക്ട് ലൈക്ക് എ മാഗ്നറ്റ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം വെക്ടർ എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് ദർ വിൽ ബി എ മാഗ്നറ്റിക് മൊമെൻറ്റ് കറസ്പോണ്ടിങ് ടു ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം. നൗ ഇവ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് എനർജി ലെവൽസിൻ്റെ സ്പ്ലിറ്റിങ്ങിന് കാരണമാകുന്നത്. ഓക്കെ, സോ ഇൻട്രാക്ഷൻ എനർജി എന്ന് പറയുന്നത് ലാർമർ ഇൻട്രാക്ഷൻ എനർജി, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇൻട്രാക്ഷൻ എനർജിയാണ് ലാർമർ ഇൻട്രാക്ഷൻ എനർജി. ഓക്കെ, ഇവിടെ ബേസിക്കലി നമുക്കുള്ളത് മാഗ്നറ്റാണ്. ഒരു മാഗ്നറ്റ് മറ്റുള്ള പ്രോട്ടോൺസ് അല്ലെങ്കിൽ മറ്റുള്ള ന്യൂക്ലിയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പം വിചാരിക്കുക ഇത് മ്യൂ ക്യാൻ ബി സ്പിൻ ആംഗുലർ മൊമെൻറ്റം magnetic moment or orbital angular momentum magnetic moment. Okay, now the interaction energy, spin orbit interaction energy എന്ന് പറയുന്നത് that is proportional to L dot S ആണ്. ഓക്കെ, നമുക്ക് അതായത് ഡോട്ട് പ്രൊഡക്റ്റ് ഇത് സ്പിൻ ആംഗുലർ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം വെക്ടർ L, ഇത് സ്പിൻ ആംഗുലർ മൊമെൻറ്റം വെക്ടർ S. Okay, and this interaction leads to splitting of the energy levels. Okay, so നമുക്ക് വേണ്ടത് ആദ്യം ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൻ്റെ എനർജി ലെവൽസ് ഉണ്ടാവും. പിന്നീട് നമ്മൾ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള എനർജി ലെവൽസ് ഉണ്ടാവും. അതായത് കുറച്ച് കറക്ഷൻ ആഡ് ചെയ്യുന്ന പോലെയാണ് ഈ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ വരുന്നത്. ഓക്കെ, now there are different coupling schemes. സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ കൺസിഡർ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള സ്കീംസ് ഉണ്ട്. ഓക്കെ, ഒന്നാണ് LS കപ്ലിംഗ്. ഓക്കെ, സോ LS കപ്ലിംഗ് കൂടുതലായിട്ടും യോജിക്കുന്നത് ലൈറ്റസ്റ്റ് ന്യൂക്ലിയയ്ക്കായിരിക്കും. ലൈറ്റസ്റ്റ് ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ ആറ്റമിക് നമ്പർ കുറഞ്ഞ ന്യൂക്ലിയയ്ക്കായിരിക്കും വിത്ത് സ്മോൾ L വാല്യൂ. L എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറാണ്. ഓക്കെ, നൗ ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഹീലിയം ന്യൂക്ലിയസ് 2He4. അപ്പോൾ അതിൻ്റെ ന്യൂക്ലിയസിൽ 2 പ്രോട്ടോൺസ് ഉണ്ട്, 2 ന്യൂട്രോൺസ് ഉണ്ട്, നമുക്കറിയാവുന്നതാണ് അല്ലേ. ഇതൊരു ലൈറ്റസ്റ്റ് ന്യൂക്ലിയ ആണ് അല്ലേ. ആറ്റമിക് നമ്പർ 2 അല്ലെങ്കിൽ മാസ് നമ്പർ കുറവാണ്. ഓക്കെ, ലൈറ്റസ്റ്റ് ന്യൂക്ലിയ ആണ്. അപ്പോൾ പ്രോട്ടോണിന് എന്തുണ്ടാവും? ഓരോ പ്രോട്ടോണും 2 പ്രോട്ടോൺ ഉണ്ട് ഇവിടെ. ഓരോ പ്രോട്ടോണിനും സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഉണ്ടാവും, ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സ്പിൻ ആംഗുലർ മൊമെൻറ്റം SI എന്നിട്ട് I ക്യാൻ ബി 1 or 2 അല്ലേ. S1 S2 2 പ്രോട്ടോൺ ഉണ്ട്. അപ്പം അതിൻ്റെ സ്പിൻ ആംഗുലർ മൊമെൻറ്റേഴ്സ് എഴുതുകയാണെങ്കിൽ S1 S2 എന്ന് എഴുതാം. അതുപോലെ അതിന് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം 2 എണ്ണത്തിന് അപ്പം L1 L2 എന്ന് എഴുതാം അല്ലേ. ഇനി ഇത് കപ്പിൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും 2 പ്രോട്ടോണിൻ്റെയും സ്പിൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളിവിടെ പ്രോട്ടോണിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അങ്ങനെ പറയാൻ കാര്യം എന്താണ്? പ്രോട്ടോണിൻ്റെ ഷെല്ലും ന്യൂട്രോണിൻ്റെ ഷെല്ലും ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, രണ്ടും സിമിലറാണ്. അതുകൊണ്ട് നമ്മൾ ഒരെണ്ണത്തിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. മറ്റൊരെണ്ണം ന്യൂട്രോൺസിൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പ്രോട്ടോൺസിൻ്റെ സ്പിന്നെല്ലാം കപ്പിൾ ചെയ്തിട്ട് നമുക്കൊരു ടോട്ടൽ സ്പിൻ എഴുതാം. അതായത് S1 S2 അല്ലേ. 2 പ്രോട്ടോൺ ഉണ്ട്, ഒരെണ്ണത്തിൻ്റെ സ്പിന്ന് S1ഉം മറ്റൊന്നിൻ്റെ S2. ഇവിടെ ശ്രദ്ധിക്കണം, S1 S2 എന്ന് പറഞ്ഞാൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. അതുപോലെ തന്നെ ആംഗുലർ മൊമെൻറ്റം അഡീഷൻ റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം ടോട്ടൽ സ്പിന്ന് എഴുതാൻ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം LI അല്ലെങ്കിൽ 2 പ്രോട്ടോൺ ആണെങ്കിൽ L1 L2 2 വെക്ടേഴ്സാണ്. അത് അഡീഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഈക്വലൻ്റ് ആയിട്ട് ഒരു റിസൾട്ടൻ്റ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം വരും. ഇപ്പോൾ ഇവിടെ ചെയ്തത് സ്പിന്നുകളെല്ലാം ഓരോ പ്രോട്ടോണിൻ്റെ സ്പിന്നുകളെല്ലാം ചേർത്തിട്ട് ഒരു
റിസൾട്ടൻറ്റ് സ്പിൻ വെക്ടർ കിട്ടി. അതുപോലെ തന്നെ ഓരോ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ചേർത്തിട്ട് ഒരു റിസൾട്ടൻറ്റ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം വെക്ടർ കിട്ടി. ഇനി LS കപ്ലിങ്ങിൽ ഈ റിസൾട്ടൻറ്റ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റവും റിസൾട്ടൻറ്റ് സ്പിൻ ആംഗുലർ മൊമെൻറ്റവും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് പറയുന്നത്. അതാണ് L.S എന്നുള്ള ഇൻട്രാക്ഷൻ എനർജി പറയാൻ കാര്യം. നൗ നമുക്ക് ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഒരു ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം വെക്ടർ ഡിഫൈൻ ചെയ്യാം, J എന്നുള്ളത്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √J × J+1 H ക്രോസ്. അതിൽ J എന്ന് പറയുന്നത് ക്യാപിറ്റൽ J എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. അടുത്തതാണ് JJ കപ്ലിംഗ് സ്കീം. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൽ J എഴുതിയിരിക്കുന്നത് സ്മോൾ ആണ്. അത് ഉദ്ദേശിക്കുന്നത് ഓരോ പാർട്ടിക്കിളിൻ്റെയും സ്പിൻ ആംഗുലർ മൊമെൻറ്റവും ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റവും കമ്പൈൻ ചെയ്തിട്ട് അതിനൊരു റിസൾട്ടൻ്റ് J ഉണ്ടാകും. J അതായത് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം വെക്ടർ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ കപ്ലിംഗ് സ്കീം വരുന്നത്. അപ്പോൾ ഈ കപ്ലിംഗ് സ്കീം മെയിനായിട്ട് ആപ്ലിക്കബിൾ ആകുന്നത് ഹെവിയസ്റ്റ് ന്യൂക്ലിയർ, അല്ലെങ്കിൽ സാധാരണ കുറച്ച് ആറ്റോമിക് നമ്പർ കൂടിയ ന്യൂക്ലിയർ തൊട്ട് JJ കപ്ലിംഗ് സ്കീമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SI, ഇപ്പം നേരത്തെ പറഞ്ഞ ഹീലിയത്തിൻ്റെ കേസ് ആണെങ്കിൽ 2 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ ആ പ്രോട്ടോണിൻ്റെ SI ഓഫ് ഈച്ച് പ്രോട്ടോൺ കപ്പിൾ ടു ഇറ്റ്സ് Li, അതായത് S1 കപ്പിൾ ടു L1, അതുപോലെ തന്നെ S2 കപ്പിൾ ടു L2. S1 L1ആയിട്ട് കപ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? J1 കിട്ടും. J1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം വെക്ടർ. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിക്കിളിന് നമുക്ക് S2 കമ്പൈൻസ് വിത്ത് L2 ടു ഗീവ് J2. ഓക്കെ, ഇത് ഡിഫറെൻ്റ് ആണ്, നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. നേരത്തെ എങ്ങനെയായിരുന്നു? S1ഉം S2 ആണ് കമ്പൈൻ ചെയ്തിട്ട് ടോട്ടൽ S കിട്ടി. അതുപോലെ L1 L2 കമ്പൈൻ ചെയ്തിട്ട് L കിട്ടി. ഇവിടെ അങ്ങനെയല്ല, S1ഉം L1ഉം കമ്പൈൻ ചെയ്തിട്ട് J1 കിട്ടി. അതുപോലെ തന്നെ S2 L2 കമ്പൈൻ ചെയ്ത് J2 കിട്ടി. ഓക്കെ, ഇപ്പോൾ J1 ആണെങ്കിൽ ഇത് ശ്രദ്ധിക്കണം, S1ഉം L1ഉം ആണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് J1 കിട്ടും. J1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ J1 സ്മോൾ ലെറ്റർ J1 J2 അല്ല, സ്ക്വയർ റൂട്ട് ഓഫ് J1 ഇൻറ്റു J1 + 1 വരും. ഓക്കെ, ഇത് J അല്ല, J1 ഓരോ പാർട്ടിക്കിളിനും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓരോ പാർട്ടിക്കിളും ഇങ്ങനെ J1 J2 അങ്ങനെ ഉള്ള ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം വെക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമുക്ക് ഓരോ JI വെക്ടറും കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം വെക്ടർ J നമുക്ക് എഴുതാൻ പറ്റും. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അഡീഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം റൂൾസ് ഒക്കെ യൂസ് ചെയ്യണം. മോർ ദാൻ ഇപ്പോൾ 2 ആംഗുലർ മൊമെൻറ്റം വെക്ടേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നതിന് പ്രത്യേക റൂൾസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ക്ലബ്ഷ്-ഗോർഡാൻ റൂൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റൂൾസ് ഉണ്ട്. അതെല്ലാം ഇപ്പം അത്ര കാര്യമാക്കേണ്ടതില്ല, പക്ഷെ മനസ്സിലാക്കുക, ഇത് അഡീഷൻ ചെയ്യുന്ന സിമ്പിൾ അഡീഷൻ അല്ല. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ JJ കപ്ലിംഗ് സ്കീം ഹോൾസ് ഫോർ മെജോറിറ്റി ഓഫ് ന്യൂക്ലിയർ. ഇപ്പോൾ LS കപ്ലിംഗ് വരുന്നത് വളരെ കുറഞ്ഞ ആറ്റോമിക് നമ്പർ ഉള്ള ന്യൂക്ലിയസിനായിരിക്കും, പക്ഷെ മിക്കവാറും ഒക്കെ മെജോറിറ്റി ഓഫ് ദ ന്യൂക്ലിയസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള JJ കപ്ലിംഗ് സ്കീംസ് ആണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ന്യൂട്രോൺസിനും പ്രോട്ടോൺസിനും സെപ്പറേറ്റ് ഷെൽസ് ആണ്. ഓക്കെ, ഒരു ന്യൂക്ലിയസിൻ്റെ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പ്രോട്ടോൺസിൻ്റെ എഴുതണം, അതുപോലെ തന്നെ ന്യൂട്രോൺസിൻ്റെ എഴുതണം. പക്ഷേ ഈ 2 ഷെൽസിനും ഒരേ ഡിസ്ട്രിബ്യൂഷനാണുള്ളത്, ഏകദേശം ഒരേ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഹയസ്റ്റ് ആറ്റോമിക് നമ്പറിലേക്ക് പോകുന്ന സമയത്ത് പ്രോട്ടോണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ് ന്യൂട്രോണിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ. അപ്പോൾ അത്രയും വലിയ ഡിസ്ട്രിബ്യൂഷൻസ് ഒന്നും നിങ്ങളോട് ചോദിക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം.